എല്ലാവർക്കും നമസ്കാരം. ഹൃദയം മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ നെറ്റ് എക്സാമിന് കാത്തിരിക്കുകയാണ്. നെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പഴയകാല ചോദ്യ പേപ്പറുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോ നെറ്റ് എക്സാമിന് മാച്ച് ദ ഫോളോയിങ് തരത്തില് ഒരുപാട് ചോദ്യങ്ങൾ കാണാറുണ്ട്. പട്ടിക 1, പട്ടിക 2 എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് അത് മാച്ച് ചെയ്യാൻ, ചേരുംപടി ചേർക്കാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ഒരു ഭാഗത്ത് കഥയും മറുവശത്ത് കഥാകൃത്തുക്കളുടെ പേരും കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കവിത കൊടുക്കാറുണ്ട്, നോവൽ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നെറ്റ് പരീക്ഷയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ആദ്യകാല ചെറുകഥകൾ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഏത് ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ചെറുകഥകളെ കുറിച്ച്, അതും ആദ്യകാല ചെറുകഥകളെ കുറിച്ച് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒന്നിലധികം ചോദ്യം ഉണ്ടാവാറുമുണ്ട്. അപ്പൊ നെറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിലൊരു ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് തുടങ്ങാം. പട്ടിക 1 ഉളി പിടിച്ച കൈ, കഠിന കൃത്യം, ആരാന്റെ കുട്ടി, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ. പട്ടിക 2 കെ സുകുമാരൻ, MRKC, തേലപ്പുറത്ത് നാരായണ നമ്പി, അമ്പാടി നാരായണ പൊതുവാൾ. ഇങ്ങനെയാണ് ഉള്ളത്. ഏതാണ് ശരിയായ ഉത്തരമെന്ന് നമ്മൾ കണ്ടെത്തുക. ആദ്യത്തേത് ഉളി പിടിച്ച കൈ. ആരാണ് എഴുതിയത്? ഉളി പിടിച്ച കൈ. നിങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രിക്കോ PGക്കോ കേട്ടിട്ടുണ്ടാവും. ഉളി പിടിച്ച കൈ എഴുതിയത് അമ്പാടി നാരായണ പൊതുവാളാണ്. അമ്പാടി നാരായണ പൊതുവാൾ. ചിലപ്പോ അടുത്ത പരീക്ഷയ്ക്ക് ഈ കഥയെ കുറിച്ചോ അല്ലെങ്കിൽ അമ്പാടി നാരായണ പൊതുവാളിന്റെ മറ്റൊരു കഥയെ കുറിച്ചോ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഉളി പിടിച്ച കൈ അമ്പാടി നാരായണ പൊതുവാൾ. ഇത് ഒരു അവസർപ്പക കഥയാണ്. അമ്പാടി നാരായണ പൊതുവാൾ രസികരഞ്ജിനി മാസികയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉളി പിടിച്ച കൈ രസികരഞ്ജിനി മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇനി അമ്പാടി നാരായണ പൊതുവാളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ ഏത് എന്ന് അറിഞ്ഞിരിക്കണം. കഥാസൗധം എന്ന കൃതി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കഥാസൗധം. അതുകൂടാതെ മോചനം എന്ന നാടകം. ശ്രദ്ധിക്കുക, മോചനം കഥയല്ല, മോചനം എന്ന നാടകം അമ്പാടി നാരായണ പൊതുവാൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ കേരളപുത്രൻ എന്ന നോവൽ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. കേരളപുത്രൻ എന്ന നോവൽ രചിച്ചതും അമ്പാടി നാരായണ പൊതുവാളാണ്. ഈ കാര്യങ്ങള് അമ്പാടി നാരായണ പൊതുവാളിനെ കുറിച്ച് പഠിച്ച് വെക്കുക. രണ്ടാമത്തേത് കഠിന കൃത്യം. ഇത് എഴുതിയത് ആരാണ്? ഓപ്ഷൻ 3 ആണ്. തേലപ്പുറത്ത് നാരായണ നമ്പി. കഠിന കൃത്യം, തേലപ്പുറത്ത് നാരായണ നമ്പി. ഇനി മൂന്നാമത്തേത് നിങ്ങൾക്ക് പരിചയമുള്ള കഥയാണ് ആരാന്റെ കുട്ടി. ആരാണ് എഴുതിയത്? ആരാന്റെ കുട്ടി എഴുതിയത് കെ സുകുമാരനാണ്. കെ സുകുമാരൻ. കെ സുകുമാരന്റെ മറ്റു ചില കഥകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അഴകുള്ള പെണ്ണ്, വിധി, ഇണക്കവും പിണക്കവും, ഒരു പൊടിക്കൈ, പാപത്തിന്റെ ഫലം, വിധവയുടെ വാശി, വിവാഹത്തിന്റെ വില, വിരുന്നു വന്ന മാമൻ. ഇതൊക്കെ കെ സുകുമാരന്റെ മറ്റ് കഥകളാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ചിലപ്പോ ആരാന്റെ കുട്ടി ആയിരിക്കില്ല ചോദിക്കുക, ഇണക്കവും പിണക്കവും ആരെഴുതിയ കഥ എന്ന തരത്തിലായിരിക്കാം ചോദ്യം വരിക. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ. ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആരാണ് എഴുതിയത്? MRKC. MRKC. ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോനാണ് MRKC. അപ്പോൾ ഓപ്ഷൻ എ ഉളി പിടിച്ച കൈ അമ്പാടി നാരായണ പൊതുവാൾ. കഠിന കൃത്യം ഓപ്ഷൻ സി. ആരാന്റെ കുട്ടി ഓപ്ഷൻ എ. ഓപ്ഷൻ 1 കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ ഓപ്ഷൻ 2 MRKC. ഇങ്ങനെയാണ് ഉത്തരം വരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ ചിലപ്പോ 3 എണ്ണം ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ചിലപ്പോ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ആദ്യകാലത്തെ ചെറുകഥാകൃത്തുക്കളും അവരുടെ കഥകളുടെ പേരും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുണ്ടൂർ നാരായണ മേനോന്റെ ഭാഷാകാവ്യങ്ങൾ ഏതൊക്കെ?
പച്ചമലയാള പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നാണ് കുണ്ടൂർ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ ഭാഷാകാവ്യങ്ങൾ പല പരീക്ഷകൾക്കും ഇപ്പൊ അടുത്തൊരു 4-5 വർഷമായിട്ട് പല പരീക്ഷകൾക്കും ചോദിച്ചു കാണാറുണ്ട്. 5 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഏതാണ്? കണ്ണൻ അദ്ദേഹത്തിന്റെ ഒരു ഭാഷാകാവ്യമാണ്. ശക്തൻ തമ്പുരാൻ ശരിയാണ്. കോമപ്പൻ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ACD മാത്രം എന്നതാണ് ഇതിന് ഉത്തരമായിട്ട് വരിക. ഇനി ഇതിന്റെ കൂടെ കുണ്ടൂർ നാരായണ മേനോന്റെ 4 ഭാഷാകാവ്യങ്ങൾ ഏതൊക്കെയൊന്ന് പഠിക്കാം. കണ്ണൻ, ശക്തൻ തമ്പുരാൻ, കോമപ്പൻ, ഒന്നുകൂടിയുണ്ട് പാക്കനാർ. ആ പേരും കൂടി ശ്രദ്ധിക്കുക. കണ്ണൻ, ശക്തൻ തമ്പുരാൻ, കോമപ്പൻ, പാക്കനാർ. കുണ്ടൂർ നാരായണ മേനോന്റെ പ്രധാന ഭാഷാകാവ്യങ്ങൾ. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഈ കൃതികളുടെ പ്രത്യേകത തനി മലയാള പദങ്ങൾ ധാരാളമായി ഈ ഭാഷാകാവ്യങ്ങളിൽ കാണാം. കൂടാതെ വടക്കൻ പാട്ടുകളും നാട്ടിൽ പ്രചരിച്ചിരുന്ന ഐതിഹ്യങ്ങളും ഒക്കെയാണ് ഈ കൃതികൾക്ക് ആധാരം. ശ്രദ്ധിക്കുക. അപ്പോ കുണ്ടൂർ നാരായണ മേനോന്റെ ഭാഷാകാവ്യങ്ങൾ പഠിക്കുക. ആദ്യകാല ചെറുകഥാകൃത്തുക്കളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. ബാക്കി ചോദ്യങ്ങളും ചെറുകഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ കൂടെ തന്നെ വരിക. ചോദ്യങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ ബേസ് ഉള്ള ഒരാൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോ നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.